ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു ഫുൾ വ്ളോഗ് തന്നെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കുറേ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, നല്ല മഴയാണ് കേട്ടോ. ആദ്യം ഞങ്ങളുടെ പാലക്കാടിൽ മഴയില്ല പറഞ്ഞപ്പോൾ നല്ല പേമാരി മഴയാണ്. ദേവ നല്ല ഉറക്കം, ദേവിൻ്റെ ഇവിടെ അച്ഛന് നല്ല ഉറക്കമാണ്. അപ്പോൾ എണീച്ചൊന്ന് നോക്കാം. പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ പറഞ്ഞാൽ 2 ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് മഴയൊക്കെയല്ലേ. അപ്പോൾ ഒരു ഉണ്ണിയപ്പവും കപ്പയും ബീഫും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ദേവയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചാൽ അവളുടെ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാൽ അവളുടെയൊക്കെ വീഡിയോ, അവളുടെ കളി കരച്ചിൽ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ദേവാസ്മം ചാനലിലേക്ക് സ്വാഗതം. ദേവ എണീച്ചല്ലോ. കുഞ്ചുഷേ, ദേവക്കുഞ്ചി. ഉറക്കം. ഇങ്ങോട്ട് നോക്കട കണ്ണാ. കണ്ണാ, ദേവാ, ഇതെന്താ കുഞ്ചൂസേ? ഇതാ 2ാം പ്രാവശ്യം ഒരു ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാട്ടോ. കുഞ്ചുഷേ, അങ്ങിക്കോട്ടാ, അങ്ങിക്കോട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് മാമു തരാം. കുഞ്ചുമണി, അനക്ക് വേണം കപ്പയും ബീഫും വേണോ? മഴയാണില്ലേ, നല്ല തണുപ്പുണ്ടില്ലേ, എണീച്ച് സുന്ദരി കുട്ടിയെ ഇരിക്കുന്നുണ്ടോ മാമുണ്ണാൻ? അപ്പൊ അവൾക്ക് ഞാൻ ചോറുണ്ട്, കുറച്ച് ചോറൊക്കെ കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ മാമുണ്ണാ പറയും, മാമുണ്ടിട്ട് വരാറാ, ബൈ. പിന്നെ ഇതാ കപ്പയൊക്കെ കുത്തി ഉടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ബീഫിലിട്ട് മിക്സ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും താല്പര്യമില്ല. ഇപ്പോൾ സെപ്പറേറ്റ് മതി പറഞ്ഞ് ബീഫ് എന്താ കറിയും കട്ടൻ ചായയും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛന് അത് മിക്സ് ചെയ്തതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ദേവത നമ്മുടെ അടുത്ത് നിന്ന് TV കാണുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. മെല്ലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, എന്താ വെച്ചാൽ അതിന് മാവൊക്കെ നല്ലോണം ഇതാവണ്ടേ. അപ്പോൾ അമ്മ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞങ്ങളൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് എന്നിട്ട് വീതി തന്നെ എടുക്കണം. നല്ല സോഫ്റ്റ് തന്നെയാണ്. അരി അരച്ചതാണ്, അരിപ്പൊടി കൊണ്ടല്ല, അരി അരച്ച ഉണ്ണിയപ്പാണ്. പിന്നെ ഇതൊക്കെ പങ്ക് കൊടുക്കണം, തറവാട്ടിക്ക് കൊടുക്കാണ്ട്. ഇതല്ല, ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഒരു പാത്രത്തിൽ മാത്രം എടുത്തോളൂ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ തോനെ ഉണ്ടാക്കും. എന്നിട്ട് കുറച്ച് ദിവസം 2 ദിവസമൊക്കെ കഴിക്കും. പഴം ഇട്ടതുകൊണ്ട് അധികം ദിവസം ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ മതിയാവണമൊക്കെ കഴിക്കും, വല്ലപ്പോഴും ഉണ്ടാക്കല്ലേ. അപ്പോൾ ഞങ്ങളിത് കഴിച്ചിട്ട് വരാം. കേട്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. ഇത് കുറേ ദിവസമായി ഞങ്ങൾ പറയണം ഉണ്ടാക്കണം, ഒന്നും നടക്കലേ ഇല്ല. അപ്പം ഇന്ന് കൈയോടെ ഉണ്ടാക്കിയതാണ്. ഓയിലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ എന്നൊന്നും കഴിക്കില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ആയാലും കുഴപ്പമില്ല. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം. കരയണക്ക് ഡാഡീനെ നോക്കണേ. ഒൻ്റെ ഡാഡിയോട് സങ്കടം പറയാ ഫോൺ തരാണ്ട്. ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ടടാ. പറയടാ എല്ലാവരും ഹായ് പറ. നല്ല കരച്ചിലൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് വൈകുന്നേരം നേരത്തെ അവൾക്ക് എപ്പോഴും ഉള്ള ഒരു ഉറക്കമാണ്. പിന്നെ അച്ഛൻ വരുമ്പോൾ പതിവില്ലാണ്ട് കായബജ്ജിയൊക്കെ കൊണ്ടുവരുന്നു. അപ്പം ഇവിടെ ഉണ്ണിയപ്പവും കപ്പയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇരിക്കും കേട്ടോ. അപ്പം എന്നാ അമ്മ അതിൻ്റെയൊക്കെ ചർച്ചയാണ്, എന്തിനാ ഇത് എല്ലാം ഉള്ളപ്പോൾ മേടിച്ച് കൊണ്ടുവന്ന് അച്ചായ അയ്യത്തടാന്നൊക്കെ ആയിട്ടാണ്. പിന്നെ ചായയൊക്കെ കൊടുത്തു. അതേ നേരം ഉറങ്ങിയില്ല, വേഗം എണീച്ച് പിന്നെ കുറച്ച് ഞങ്ങളുടെ കൂടെ TV ഒക്കെ കാണാതിരിക്കും, ഫോണിലൊക്കെ നോക്കും. പിന്നെ അവളായിട്ട് ഇത്തിരി നേരം സമയം സ്പെൻഡ് ചെയ്യും. പിന്നെ ഇത് അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു, മേലൊക്കെ ഒന്ന് കേക്ക് കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അതിന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.